ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. അടുത്ത മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ എവിടെ നിർത്തിയത്? ലാസ്റ്റ് ക്ലാസ്സിൽ ഏത് കല്ലും അലിയും എന്നുള്ള പാഠമൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? പാഠഭാഗം വായിച്ചോ? എത്ര പ്രാവശ്യം വായിച്ചു? വായിക്കാത്ത മടിയന്മാരും മടിച്ചുകളൊക്കെ ഉണ്ടോ? അതൊന്നും പറ്റില്ല. എന്തായാലും പാഠഭാഗം വായിക്കണം. നമ്മൾ വായിച്ചാൽ മാത്രമേ മലയാളം നല്ല രീതിക്ക് വായിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഡെയിലി ഹാഫ് ആൻ അവർ വായിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ന്യൂസ് പേപ്പറൊക്കെ വായിക്കുന്നുണ്ട്, എല്ലാവരും വായിക്കുന്നുണ്ടല്ലേ? ഓക്കെ. പിന്നെ എവിടെയാണ് നമ്മൾ പാഠഭാഗം നിർത്തിയത്? എന്താണ് ആ പാഠഭാഗത്തിന്റെ ലാസ്റ്റ് ഗാന്ധിജി ഒരു വാക്യം പറയുന്നുണ്ട്. എന്താ പറയുന്നത്? സ്നേഹത്തിന് മുന്നിൽ ഏത് കല്ലും അലിയും, അല്ലേ? അതല്ലേ പറഞ്ഞു നിർത്തിയത് നമ്മള്, അല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കഥ എല്ലാരും പേരൻസിനൊക്കെ വായിച്ച് കേൾപ്പിച്ചു കൊടുക്കാൻ. എല്ലാരും കേൾപ്പിച്ചു കൊടുത്തോ? ഇപ്പൊ ആരെങ്കിലും തല്ലുന്നുണ്ടോ പേരൻസ്? ഇല്ലേ, തല്ലുന്നില്ല അല്ലേ? സ്നേഹിച്ച് നിങ്ങൾ തല്ലുന്നില്ല എന്ന് പറഞ്ഞ് പഠിക്കാനൊന്നും ഇരിക്കരുത്. എല്ലാവരും നന്നായിട്ട് പഠിക്കണം, വായിക്കണം, ഒക്കെ ചെയ്യണം. അതായത് ടീച്ചേഴ്സ് സ്കൂളിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പലരും ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇനി കേൾക്കാൻ പാടില്ല. സ്കൂളിലേക്ക് വരുന്നില്ലെങ്കിൽ വീഡിയോസ് ഒക്കെ കണ്ട് കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു പോകണം. ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആ പാഠഭാഗം എടുത്തിരുന്നു, വായിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ, അതായത് ഈ ക്ലാസ്സിൽ നമുക്ക് ആ പാഠഭാഗത്തിന്റെ പഠന പ്രവർത്തനത്തിലേക്ക് കിടക്കാം. ഓക്കെ, റെഡി അല്ലേ എല്ലാവരും? എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തോളൂ കേട്ടോ. ഇപ്പൊ പുസ്തകം എടുത്തല്ലോ അല്ലേ? ഇനി പേജ് നമ്പർ 9 എല്ലാവരും എടുത്തോ? പേജ് നമ്പർ 9 അതിലാണ് ഈ പാഠഭാഗത്തിന്റെ പഠന പ്രവർത്തനങ്ങൾ ഉള്ളത്. എടുത്തില്ലേ എല്ലാവരും? ഓക്കെ. എന്താണ് റോമൻ ലെറ്റർ 1? ഫസ്റ്റ് എന്താണ്? അർത്ഥം എഴുതുക. അർത്ഥം മീൻസ് വാട്ട്? പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു മീനിങ്സ് അല്ലേ? അർത്ഥം എന്താണ്? ഫസ്റ്റ് വൺ പരീക്ഷീണൻ. എന്താണ് പരീക്ഷീണൻ? ഈ പാഠഭാഗത്തിൽ ഉണ്ടായിരുന്നു അല്ലേ? ഒരു ദിവസം പരീക്ഷീണനായി ആ അധ്യാപകൻ ഗാന്ധിജിയെ കാണാൻ വന്നു എന്നുണ്ടായിരുന്നു അല്ലെ? എന്താണ് പരീക്ഷീണൻ? പരീക്ഷീണൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ടീച്ചർ. എന്താണ്? നല്ലവണ്ണം ക്ഷീണിതനായി അല്ലേ? അതായത് ആ കുട്ടീനെ ഒന്നും തല്ലിയിട്ടും ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ ക്ഷീണിതനായി ഗാന്ധിജിയെ കാണാൻ വന്നു അല്ലേ? അപ്പൊ എന്താണ് പരീക്ഷീണൻ? നല്ലവണ്ണം ക്ഷീണിതനായി. നല്ലവണ്ണം ക്ഷീണിതനായി, ക്ഷീണിച്ചെന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഇനി അടുത്തത് ഫലിക്കുക. എന്താണ് ഈ ഫലിക്കുക? ഫലിക്കുക പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മൾ വിചാരിച്ച ഒരു കാര്യം, ഇല്ലെങ്കിൽ നമ്മൾ ഇത് ചെയ്യണം എന്ന് വിചാരിച്ച കാര്യം അത് നടക്കുക, അതിനെയാണ് എന്ത് പറയാ? ഫലിക്കുക അല്ലെ? അതാണ് പൂർണ്ണമാവുക. എന്താണ്? പൂർണ്ണമാവുക എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. ഓക്കെ. തേർഡ് വൺ മാർഗം. മാർഗം പറഞ്ഞാൽ എന്താണ്? നമ്മൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചിട്ടുണ്ട്. മാർഗം എന്താണ്? മാർഗം വഴി. എന്താണ്? വഴി. ഓക്കെ. ഇനി ഫോർത്ത് വൺ അവതാളം. എന്താണ് അവതാളം? അവതാളം പറഞ്ഞാൽ എന്താണ്? ഞാൻ വിചാരിച്ച ഒരു കാര്യം അവതാളത്തിലായി എന്നൊക്കെ പറയാറുണ്ട് അല്ലെ നമ്മൾ? എന്താ ഈ അവതാളം? അവതാളം പറഞ്ഞാൽ കാര്യം നടക്കാതിരിക്കുക. അതായത് നമ്മൾ വിചാരിച്ച ഒരു കാര്യം നടക്കാതിരിക്കണേനാണ് എന്ത് പറയാ? അവതാളത്തിലായി എന്നൊക്കെ പറയാം. അവതാളം. ഓക്കെ. കാര്യം നടക്കാതിരിക്കുക, അതിനെയാണ് അവതാളം. ഓക്കെ. ഇനി അടുത്ത റോമൻ ലെറ്റർ 2. എന്താ? എതിർപ്പഴം എതിർപദം എഴുതുക. എന്താണ്? എതിർപദം എഴുതുക. എതിർപദം എഴുതുക വിപരീതം അല്ലെ? വിപരീതം തന്നെയാണ് എതിർപദം. ഓക്കെ. എന്താണ് നമുക്ക് നോക്കാം. ശിക്ഷ, രക്ഷ. വെരി ഗുഡ്. നെക്സ്റ്റ് ജയം. ജയം ജയിക്കുക അല്ലെ? അപ്പൊ എന്താണ് അതിന്റെ വിപരീതം? എന്താണ്? പരാജയം. എന്താണ്? പരാജയം അല്ലെ? ഓക്കെ. ഇനി തേർഡ് വൺ ആദ്യം. ആദ്യം എന്താണ് അതിന്റെ വിപരീതം വരിക? അവസാനം. ആദ്യം, അവസാനം. ഓക്കെ. ഇനി ഫോർത്ത് വൺ അഹിംസ. അഹിംസ. എന്താണ് അഹിംസ? അഹിംസയാണ് എന്താണ് ഗാന്ധിജിയുടെ വിദ്യാലയത്തിന്റെ ആദർശം എന്നൊക്കെ പറഞ്ഞു അല്ലെ? അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? അതിന്റെ വിപരീതം എന്താണ്? ഹിംസ. എന്താണ്? ഹിംസ. ഓക്കെ. ഓക്കെ. ഇനി അടുത്ത് നോക്കാം. റോമൻ ലെറ്റർ 3 പിരിച്ചെഴുതുക. കാണുന്നുണ്ട് എല്ലാവർക്കും? പിരിച്ചെഴുതുക നോക്കാം. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം കേട്ടോ. പ്രയോഗവുമായി. എന്താണ്? ഫസ്റ്റ് വൺ പ്രയോഗവുമായി. എന്താണ് ഇങ്ങനെ പിരിച്ചെഴുതുക? പ്രയോഗവും പ്ലസ് ആയി. എന്താണ് അവിടെ? എന്താണ് മാറിയത്? മായി എന്നുള്ളവിടെ എന്തായി? അവിടെ നിന്ന് നമ്മൾ മുറിച്ചിട്ട് പ്രയോഗവും പ്ലസ് ആയി നമ്മൾ ചേർത്ത് എഴുതുക പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായി? ഈ എന്നുള്ളതും എന്നുള്ള ചിഹ്നം, ആയിന്റെ ചിഹ്നം കൂടിയിട്ടാണ് നമ്മൾ മായി എഴുതുക. അതിന് നേരെ തിരിച്ചെഴുതാണ്. മനസ്സിലാവുന്നുണ്ടോ? പ്രയോഗവും പ്ലസ് ആയി. ഇപ്പൊ ഇത് മാത്രം മനസ്സിലാക്കുക. സന്ധി തിരിച്ചിട്ടാണ് നമ്മൾ ചേർത്തെഴുതുകയും തിരിച്ചെഴുതുകയും ഒക്കെ ചെയ്യുന്നത്. അത് നിങ്ങൾ വലിയ ക്ലാസ്സിലാവുന്ന സമയത്ത് അതൊക്കെ പഠിക്കാം. ഓക്കെ. ഇപ്പൊ ഇത് മനസ്സിലാക്കുക. ഇനി
അടുത്തത് നമ്പർ 2, ആവർത്തിക്കുകയില്ല. എന്താ ആവർത്തിക്കുകയില്ല? എങ്ങനെ പിരിച്ചെഴുതാൻ പറ്റും? ഒന്ന് പറഞ്ഞു നോക്കി എല്ലാവരും. ആവർത്തിക്കുകയില്ല എങ്ങനെ ആക്കാം? എങ്ങനെ പിരിച്ചെഴുതാം? ആവർത്തിക്കുക പ്ലസ് ഇല്ല. എങ്ങനെയാണ്? ആവർത്തിക്കുക പ്ലസ് ഇല്ല. ഓക്കെ. ഇനി അടുത്തത് അഹിംസയായിരുന്നു. അഹിംസയായിരുന്നു എങ്ങനെ പിരിച്ചെഴുതാൻ പറ്റും? എല്ലാരും ഒന്ന് പറഞ്ഞു നോക്കിക്കേ. എങ്ങനെയാണ്? അഹിംസയായിരുന്നു. എങ്ങനെയാണ്? അഹിംസ പ്ലസ് ആയിരുന്നു. എന്താണ്? അഹിംസ പ്ലസ് ആയിരുന്നു. ഓക്കെ. നെക്സ്റ്റ് ലാസ്റ്റ് വൺ, ഫലിക്കുന്നില്ല. എന്താണ്? ഫലിക്കുന്നില്ല. അതെങ്ങനെയാണ് പിരിച്ചെഴുതുക? എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കട്ടെ. ഫലിക്കുന്നു പ്ലസ് ഇല്ല. എന്താണ്? ഫലിക്കുന്നു പ്ലസ് ഇല്ല. എല്ലാവർക്കും മനസ്സിലായോ? ഒന്നുകൂടെ പറഞ്ഞു നോക്കാം കേട്ടോ. പിന്നെ അടുത്ത നോക്കിയേ, നോർമൽ ലെറ്റർ 4, ഒറ്റ വാക്ക് എഴുതുക. എന്താണ് ഈ ഒറ്റ വാക്ക് എഴുതുക? ലാസ്റ്റ് പാഠത്തിൽ നമ്മൾ പദ്യത്തിന്റെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു വിഗ്രഹിച്ചെഴുതാൻ, അല്ലേ? വിഗ്രഹിച്ചെഴുതാൻ ആദ്യമായിട്ട് നിങ്ങൾ പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് വിഗ്രഹിച്ചെഴുതുക. അതായത് ഒരു വാക്കിനെ അർത്ഥം വരത്തക്ക വിധം വിശദീകരിക്കാനാണ് പറഞ്ഞത്, അല്ലേ? അതിന്റെ അതാണ്, അതായത് ഇതിൽ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്ത് എഴുതണം? അതിന്റെ ഒറ്റ പദം എഴുതണം, അല്ലേ? അപ്പൊ അതാണ് ഒറ്റ വാക്ക് എഴുതുക. ഫസ്റ്റ് വൺ, ചൂരൽ കൊണ്ടുള്ള പ്രയോഗം. ചൂരൽ കൊണ്ടുള്ള പ്രയോഗം എങ്ങനെ അതിനെ ഒറ്റ വാക്ക് എഴുതാൻ പറ്റും? ചൂരൽ കൊണ്ടുള്ള പ്രയോഗം, അതിനെ ഒറ്റ വാക്ക്, അതായത് ആ വാക്കിനെ വിശദീകരിച്ചിരിക്കുകയാണ്. അപ്പൊ എന്താണത്? ചൂരൽ പ്രയോഗം. ഓക്കെ. അടുത്തത് ദരിദ്രമായ രാഷ്ട്രം. ദരിദ്രമായ രാഷ്ട്രം എന്താണ്? ദരിദ്രമായ രാഷ്ട്രം എങ്ങനെയാണ് ഒറ്റ വാക്ക് എഴുതുക? ദരിദ്ര രാഷ്ട്രം. എന്താണ്? ദരിദ്ര രാഷ്ട്രം. ഓക്കെ. ഇനി സ്നേഹത്തോടു കൂടി. സ്നേഹത്തോടു കൂടി. സ്നേഹത്തോടു കൂടി എങ്ങനെ എഴുതാം? സ്നേഹപൂർവം. എങ്ങനെ എഴുതാം? സ്നേഹപൂർവം. എന്താണ് ഒറ്റ വാക്കിൽ എഴുതുക വരിക? സ്നേഹപൂർവം. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്തത് വ്യത്യസ്തമായ അർത്ഥം, അതായത് ബ്രാക്കറ്റിൽ നാനാർത്ഥം എഴുതുക. എന്താണ് വ്യത്യസ്തമായ അർത്ഥം? നാനാർത്ഥം നമ്മൾ പഠിച്ചിട്ടുണ്ടോ ഇതുവരെ? സെക്കൻഡ് സ്റ്റാൻഡേർഡിലോ? ഇല്ലല്ലോ, നാനാർത്ഥം പഠിച്ചിട്ടില്ല, അല്ലേ? നമ്മൾ പര്യായം പഠിച്ചിട്ടുണ്ട്. പര്യായം പറഞ്ഞാൽ എന്താണ്? ഒരു വാക്കിന് തന്നെ, ഒരു വാക്കിൽ സെയിം അർത്ഥം വരുന്ന ഒരുപാട് വാക്കുകൾ ഉണ്ടാവും, അല്ലേ? സെയിം അർത്ഥം വരുന്ന കുറെ വാക്കുകളാണ് നമ്മൾ പര്യായത്തിൽ പഠിച്ചത്. പക്ഷെ നാനാർത്ഥം പറഞ്ഞാൽ എന്താണ്? നാനാർത്ഥം പറഞ്ഞാൽ അതായത് ഒരു വാക്കിന് തന്നെ പല അർത്ഥങ്ങൾ ഉണ്ടാവും. ഒരു വാക്കിന് തന്നെ പല അർത്ഥങ്ങൾ ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക? നാനാർത്ഥം എന്ന് പറയുക. ഓക്കെ, അതിന് ഞാൻ എക്സാമ്പിൾ സഹിതം പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. ഇതിൽ 3 നാനാർത്ഥങ്ങളാണ് ഉള്ളത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ, അതായത് എന്താണ് ഒരു വാക്കിന് 2 സെന്റൻസ് വരുന്ന സമയത്ത് അത് അർത്ഥം എങ്ങനെയാണ് മാറുന്നത് എന്നുള്ളത് ഉദാഹരണ സഹിതം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് ഇതാക്കുക കേട്ടോ. ഞാൻ എഴുതട്ടെ എന്തായാലും. അപ്പോൾ നാനാർത്ഥം പറഞ്ഞാൽ എന്താണ്? ഒരു വാക്കിന് തന്നെ പല അർത്ഥങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു, അല്ലേ? അപ്പൊ അതിനൊരു ഉദാഹരണമായിട്ട് കാണിച്ചു തരാം. ഇതാ, നോക്കിക്കോളൂ. എന്താണ്? ശിക്ഷ. നിങ്ങളുടെ പുസ്തകത്തിലുണ്ട് ശിക്ഷ. അതിന്റെ നാനാർത്ഥമാണ് ഒന്ന് പിഴ. എന്താണ്? പിഴ. രണ്ടാമത്തത് അറിവ്. എന്താണ്? അറിവ്. അപ്പൊ എന്താ നോക്കാം നമുക്ക്. 2 സെന്റൻസ്, അതായത് 2 സെന്റൻസിൽ ഈ ശിക്ഷ എന്നുള്ളത് എങ്ങനെ അർത്ഥമാക്കുന്നു എന്നുള്ളത് നോക്കാം കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് നോക്കിയേ. രാമുവിന്റെ ശിക്ഷാകാലം 2 വർഷമായിരുന്നു. അതായത് അവൻ ചെയ്ത എന്തോ ഒരു തെറ്റായ കാരണത്തിന് അവന് ശിക്ഷ ലഭിക്കുകയാണ്, അല്ലെ? അപ്പൊ രാമുവിന്റെ ശിക്ഷാകാലം 2 വർഷമായിരുന്നു. അപ്പൊ ഇവിടെ ശിക്ഷ എന്നുള്ളത് എന്താണ്? പിഴയാണ്, അല്ലെ? എന്താണ്? അവന് പിഴ കിട്ടാണ്. എന്തോ ഒരു കാര്യം, തെറ്റായ കാര്യം ചെയ്തതിന് അവന് പിഴ കിട്ടാണ് ഈ ശിക്ഷ എന്ന് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ എന്താണ്? ശിക്ഷ. അർത്ഥം, നാനാർത്ഥം എന്താണ്? പിഴ. അപ്പൊ അതിന്റെ ഇതാണ് ഞാൻ പറഞ്ഞത്. എന്താണ്? രാമുവിന്റെ ശിക്ഷാകാലം 2 വർഷമായിരുന്നു. അപ്പൊ ഇവിടെ ഈ ശിക്ഷ അർത്ഥമാക്കുന്നത് പിഴ എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത നോക്കുക. ഗുരുകുലത്തിൽ നിന്നും നല്ല രീതിയിൽ ശിക്ഷ പൂർത്തിയാക്കി. എന്താണ് ഈ ശിക്ഷ ഇവിടെ അർത്ഥമാക്കുന്നത്? ഗുരുകുലത്തിൽ നിന്നും. ഗുരുകുലം എന്താണ്? വിദ്യാലയമാണ്, അല്ലെ? പഴയ കാലത്തെ സ്കൂളാണ് ഗുരുകുലം. അപ്പൊ ഗുരുകുലത്തിൽ നിന്നും നല്ല രീതിയിൽ ശിക്ഷ പൂർത്തിയാക്കി. അപ്പൊ എന്താണ്? നമുക്ക് വിദ്യാലയത്തിൽ നിന്ന്, അതായത് സ്കൂളിൽ നിന്ന് എന്തൊക്കെയാണ് കിട്ടുക? അറിവ് കിട്ടും, അല്ലെ? അറിവ്. അപ്പൊ ഇവിടെ എന്താണ്? ശിക്ഷ
മീൻ ചെയ്യുന്നത്? എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്? അറിവ് എന്നുള്ളതാണ് അല്ലേ? അപ്പോ എന്താണ്? ഗുരുകുലത്തിൽ നിന്ന് നല്ല രീതിയിൽ ശിക്ഷ പൂർത്തിയാക്കി. അപ്പൊ രണ്ടാമത്തെ നാനാർത്ഥം എന്താണ്? അറിവ് എന്നുള്ളതിന് മനസ്സിലായോ? എങ്ങനെ വരിക എന്നുള്ളത് മനസ്സിലായോ? അങ്ങനെ ഈ ശിക്ഷ എന്നുള്ള ഒറ്റ വാക്കിന് തന്നെ 2 സെന്റൻസിൽ 2 രീതിയിലാണ് നാനാർത്ഥമാണ് അല്ലെ? അതായത് രണ്ട് അവിടെ അർത്ഥമാക്കുകയാണ്, ഓരോ രീതിയിലാണ് അർത്ഥമാക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? നാനാർത്ഥം. അതായത് ഒരു വേർഡിന് തന്നെ ഒരുപാട് മീനിങ്സ്, ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടാവും. അതിനെയാണ് പറയുന്നത് നാനാർത്ഥം. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായോ നാനാർത്ഥം എന്താണെന്നുള്ളത് മനസ്സിലായോ? അപ്പൊ ഇതില് അത് മാത്രമല്ല, വീണ്ടും 2 എണ്ണം കൂടി ഉണ്ട്. വിരോധം, തടസ്സം, വെറുപ്പ് എന്നാണ്. സ്നേഹം, എണ്ണ, അനുരാഗം, ഇതൊക്കെയാണ്. അപ്പൊ അതെന്താണ് നാനാർത്ഥം എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ? പര്യായം പറയുന്നത് ഒരേ വേർഡിന്റെ ഒരേ അർത്ഥം വരുന്ന വാക്കുകളാണ്. പക്ഷെ നാനാർത്ഥം പറയുന്നത് ഒരു വേർഡിന് തന്നെ പല അർത്ഥങ്ങൾ വരുന്നുണ്ട്, പല അർത്ഥങ്ങൾ ഉണ്ടാവും. അതാണ് നാനാർത്ഥം. അപ്പൊ ഓക്കെ, നാനാർത്ഥം എല്ലാവർക്കും മനസ്സിലായല്ലോ? കേട്ടിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് കാണാം. ഓക്കെ. നെക്സ്റ്റ്, പ്രയോഗ സവിശേഷത എഴുതുക. എന്താണ് പ്രയോഗ സവിശേഷത? ഒരു മാതൃക തന്നിട്ടുണ്ട്, അതായത് എക്സാമ്പിൾ തന്നിട്ടുണ്ട്, അത് നോക്കാം. ചെവിയിലെത്തി എന്ന വാക്കിന് അറിഞ്ഞു എന്നാണ് അർത്ഥം. അതെ അല്ലെ? എന്താണ് ചെവിയിലെത്തി? അതായത് നമ്മുടെ ഈ കഥയിൽ എന്ത് പറയുന്നുണ്ട്? ആ കുട്ടി ക്ലാസ്സിൽ ഒരുപാട് വികൃതിയൊക്കെ ആണെന്നും പറഞ്ഞനുസരിക്കുന്നില്ല എന്നും പിന്നെ സാറ് ചൂരിൽ വെച്ച് അടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്, ഇല്ലാണ്ട് അത് മാറില്ല എന്നുള്ള ചർച്ചയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അത് ഗാന്ധിജിയുടെ ചെവിയിലെത്തി എന്ന് പറഞ്ഞു അല്ലെ? അതിന്റെ അർത്ഥം എന്താണ്? ആ പാഠം എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ചെവിയിലെത്തി പറഞ്ഞ അറിഞ്ഞു, അതായത് ഗാന്ധിജിക്ക് അറിയാൻ ഇടയായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അതേപോലെ അപ്പൊ ഇത്തരം ചില പ്രയോഗങ്ങൾ പാഠത്തിലുണ്ട്. അതായത് ചെവിയിലെത്തി എന്നുള്ളതിന് അർത്ഥം വരുന്നത് അറിഞ്ഞു എന്നാണല്ലോ. അപ്പൊ അതുപോലത്തെ ചില പ്രയോഗങ്ങൾ എവിടെയുണ്ട്? ഈ പാഠഭാഗത്തിലുണ്ട്. അതിന്റെ അർത്ഥം അവ കണ്ടെത്തി അർത്ഥം എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ അവർ തന്നിട്ടുണ്ട്, പിടികിട്ടിയില്ല. എന്താണ് പിടികിട്ടിയില്ല? അതിനർത്ഥം വരുന്നത് എന്താണ്? പിടികിട്ടിയില്ല, എനിക്ക് പിടികിട്ടിയില്ല കേട്ടോ, ഈ കാര്യം പറഞ്ഞത് എനിക്ക് പിടികിട്ടിയില്ല. അപ്പൊ അതിനെന്ത് എഴുതാം? ഒരു കാര്യം പറഞ്ഞത് പിടികിട്ടിയില്ല എന്ന് പറയുമ്പോൾ എന്ത് എഴുതാം? മനസ്സിലായില്ല. എന്തെഴുതാം? മനസ്സിലായില്ല എന്ന് എഴുതാം അല്ലേ? വെരി ഗുഡ്, കറക്റ്റ്. ഇനി അടുത്തത് നമുക്ക് വേണമെങ്കിൽ കണ്ണടയ്ക്കുക എന്ന് പറഞ്ഞു അല്ലെ? എന്താണ് കണ്ണടയ്ക്കുക? കണ്ണടയ്ക്കുന്നത് 2 മീനിങ് ഉണ്ട്. ഒന്ന് ഇപ്പൊ എന്താണ് പറഞ്ഞ് കണ്ണടയ്ക്കുക? അതായത് കണ്ടത് ഇപ്പൊ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നതിനാണ് ഒന്ന് കണ്ണടയ്ക്കുക എന്ന് പറയാം. പിന്നെ എന്ത് പറയാ? കണ്ണടയ്ക്കുക എന്നുള്ള വേറൊരു അർത്ഥമുണ്ട്. എന്താണ്? മരിക്കുക. അതായത് മരിച്ചു കഴിയുമ്പോൾ നമ്മൾ കണ്ണടച്ചിട്ട്, അതായത് കണ്ണടയ്ക്കുക പറയും അല്ലേ? അപ്പോൾ അത് മരിക്കുക എന്നുള്ള അർത്ഥം വരും. അങ്ങനെ ഓരോ വാക്കുകൾ ഇങ്ങനെ പാഠഭാഗത്തിലുണ്ട്. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ കണ്ടെത്തി എഴുതാം. ഓക്കെ, അപ്പൊ ഞാനിത് എഴുതി തരാം. നോട്ട് പുസ്തകത്തിൽ കറക്റ്റാക്കി എഴുതി ഫോട്ടോ അയച്ചു തരുന്ന സമയത്ത് അതുപോലെ എഴുതണം കേട്ടോ. പിന്നെ ഉത്തരം എഴുതുക ഓരോന്നും ഞാൻ എഴുതി ഫോട്ടോ അയച്ചു തരും, അത് നോക്കി വൃത്തിയായിട്ട് എഴുതാം. ഓക്കെ, പിന്നെ നോക്കാം, ആശയം വിശദീകരിച്ച് ലഘു കുറിപ്പ് എഴുതുക. എന്താണ് കുറിപ്പ്? ഒരു ഇത് തന്നിട്ടുണ്ട് ഇവിടെ. സ്നേഹത്തിന് മുന്നിൽ ഏത് കല്ലും അലിയും അല്ലെ? ഗാന്ധിജി ലാസ്റ്റ് ഈ പാഠഭാഗത്തിന്റെ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, സ്നേഹത്തിന് മുന്നിൽ ഏത് കല്ലും അലിയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണത്? സ്നേഹത്തിന് മുന്നിൽ ഏത് കല്ലും അലിയും എന്താണ്? അത് സ്നേഹം പറയുന്നത് ഒരു നല്ല വികാരമാണ് അല്ലെ? എല്ലാവർക്കും ദേഷ്യപ്പെടാനും ചീത്ത പറയാനൊക്കെ പെട്ടെന്നാവും. പക്ഷെ സ്നേഹിക്കാൻ പറ്റുമോ? എല്ലാവർക്കും പറ്റുന്നില്ല, പക്ഷെ പറ്റും, നമ്മൾ ശ്രമിച്ചാൽ പറ്റും. അപ്പോൾ സ്നേഹത്തിന് മുന്നിൽ ഏത് കളി, എത്ര ദൃഢനിശ്ചയം, എത്ര വാശി പിടിക്കുന്ന ആളെ ആണെങ്കിലും സ്നേഹത്തിന് മുന്നിൽ മാറ്റാൻ പറ്റുന്നുള്ള ഒരു വലിയ എക്സാമ്പിൾ, വലിയൊരു ഉദാഹരണമാണ് ഈ പാഠഭാഗത്തിൽ പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ അതാണ് ഈ പാഠഭാഗത്തിന്റെ ഒരു ആശയം. സ്നേഹത്തിന് മുന്നിൽ ഏത് കല്ലും അലിയും. അപ്പൊ ആ ആശയത്തിനെ വെച്ചിട്ട് അതിൽ നിന്ന് ഒരു കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ കുറിപ്പ് എന്താണെന്നുള്ളതും അത് കുറിപ്പ് എഴുതിയിട്ട് ഞാനത് ഫോട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അതെങ്ങനെ എഴുതാം, അതിന് വിശദീകരിച്ച് എങ്ങനെ എഴുതാം, ഒരു 4 സെന്റൻസ് 5 സെന്റൻസ് ഒക്കെ ആദ്യം നിങ്ങൾ കുറിപ്പ് എഴുതാൻ പഠിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അടുത്ത ചാപ്റ്റേഴ്സിൽ കുറച്ചുകൂടെ വലുതാക്കി നമുക്ക് പോവാം. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതിയിട്ട് മാം അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ അടുത്ത ലാസ്റ്റ് വൺ, ഗാന്ധി സൂക്തങ്ങൾ ശേഖരിക്കുക. എന്തേ ഗാന്ധി സൂക്തങ്ങൾ? ഗാന്ധിജിയുടെ നല്ല നല്ല വാക്കുകൾ അല്ലേ? നല്ല നല്ല വാക്കുകൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്നൊരു ഉദാഹരണം തന്നിട്ടുണ്ട്. എന്താണ്? എൻ്റെ ജീവിതമാണ്
എൻ്റെ സന്ദേശം. നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മെസ്സേജ് എന്താണ്? എൻ്റെ ജീവിതമാണ് എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതുപോലത്തെ നല്ല നല്ല ഗാന്ധിജി സൂക്തങ്ങൾ നമുക്ക് ഇനിയും കിട്ടും. അപ്പോൾ അഹിംസയാണ് എൻ്റെ ധർമ്മം, അതും ഗാന്ധിജി സൂക്തങ്ങളിൽ ഒന്നാണ്. അഹിംസയാണ് എൻ്റെ ധർമ്മം. പിന്നെ പറയാം സത്യമാണ് എൻ്റെ ഗുരു എന്ന്, സത്യമാണ് എൻ്റെ ഗുരു. ഇതെല്ലാം ഗാന്ധിജിയുടെ വാക്കുകളാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് വാക്കുകൾ കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ അതൊരു അസൈൻമെന്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ സെക്കൻഡ് ചാപ്റ്ററിൽ അസൈൻമെന്റ് എന്താണ്? ലാസ്റ്റത്തെ ആണ്, അതായത് ലാസ്റ്റ് റോമൻ ലെറ്റർ 9 ഗാന്ധിജി സൂക്തങ്ങൾ ശേഖരിക്കുക. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു A4 ഷീറ്റ് എടുത്തിട്ട് അതിൽ ഗാന്ധിജി സൂക്തങ്ങൾ എന്ന് എഴുതി 5 എണ്ണങ്ങൾ എഴുതണം. 5 ഗാന്ധിജി സൂക്തങ്ങൾ എഴുതാം. ഓക്കെ, അപ്പോൾ ഞാൻ 1, 2, 3 പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇതിലുണ്ട് ഒരെണ്ണം എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം, അഹിംസയാണ് എൻ്റെ ധർമ്മം, പിന്നെ സത്യമാണ് എൻ്റെ ഗുരു. ഇതൊക്കെ എഴുതാം. അതല്ലാതെ 2 കൂടെ കൂട്ടിയിട്ട് അതൊരു A4 ഷീറ്റിൽ എഴുതിയിട്ട് നിങ്ങളുടെ ഫയലിലാക്കി വെക്കുക. ഓക്കെ, അത് വരുമ്പോൾ നോക്കുന്നതായിരിക്കും. അപ്പോൾ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ അസൈൻമെന്റ് ആണ് ഇപ്പം പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ചെയ്യാൻ മറക്കരുത്. ഓക്കെ, A4 ഷീറ്റിൽ കറക്റ്റായിട്ട് ബോർഡർ ഒക്കെ ഇട്ട് ഹെഡിങ് ഒക്കെ എഴുതി അണ്ടർലൈൻ ചെയ്തിട്ട് വേണം ഇത് എഴുതാൻ. വൃത്തിയായിട്ട് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, സോ അപ്പോൾ ഇന്നത്തെ ഈ പാഠത്തിന്റെ പഠന പ്രവർത്തനങ്ങൾ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നോട്ട് പുസ്തകങ്ങൾ ഞാൻ അയക്കുന്ന അതായത് ഫോട്ടോസ് അയക്കുന്ന സമയത്ത് നോട്ടിൽ കൃത്യമായിട്ട് എഴുതാൻ ശ്രമിക്കാം. ഓക്കെ, മലയാളം വായിക്കാൻ മറക്കരുത്. എവറി ഡേ ½ an hour. സോ ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ്. ഓക്കെ, താങ്ക് യു.